ഇയാൾക്ക് വധശിക്ഷ കൊടുക്കാതെ അയാൾക്ക് ജീവപര്യന്തം തടവായി മാറ്റിക്കഴിഞ്ഞിട്ട് ഈ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഈ തരത്തിൽ ജയിൽ ചാടി അടുത്ത ക്രൈമിലേക്ക് ഇറങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ കോടതി നൽകുന്ന ശിക്ഷ എന്താകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇയാൾക്ക് വധശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട സുപ്രീം കോടതി അതിന്മേൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ആവശ്യം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. നിലവിൽ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജീവപര്യന്തം തടവ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ള ആശങ്കയാണ് കുടുംബത്തിനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ഈ കേസ് കൂടി വെച്ചുകൊണ്ട് കുറച്ചുകൂടി നീട്ടാമായിരിക്കാം. എന്നാലും അയാൾ എന്തെങ്കിലും പുറത്തിറങ്ങുമോ എന്ന് ഭയപ്പെട്ടാണോ കേരളത്തിലെ സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്നൊരു കേരളത്തിലെ എന്നല്ല, അയാൾ എവിടേക്കൊക്കെയാണ് പോകുക എന്ന് പറയാൻ പറ്റില്ല. അയാൾ ട്രെയിൻ കയറി ഈ നാട് വിടാനുള്ള ആലോചനയായിരുന്നു, തമിഴ്നാട്ടിൽ മോഷണം നടത്താനുള്ള ആലോചനയായിരുന്നു. ഇതൊക്കെയാണ് അയാളുടെ മൊഴിയിൽ പറയുന്നത്. അയാളുടെ മൊഴിയല്ലല്ലോ മുഴുവനായും വിശ്വാസത്തിലെടുക്കേണ്ടത്. അപ്പോൾ വീഴ്ച ഈ ജയിലല്ല, ഇനി മുഴുവൻ ജയിലുകളിലെയും വീഴ്ചയും അവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് ആഭ്യന്തര വകുപ്പല്ല, ഇത് ജയിൽ വകുപ്പാണ്. ആഭ്യന്തരത്തിൻ്റെയും ജയിൽ വകുപ്പിൻ്റെയും വീഴ്ചയുടെ ഉദാഹരണമായിട്ടാണ് ഇത് കാണുന്നത്. തുടർച്ചയായ വീഴ്ചകളാണ് ഇത്. ഗുരുതരമായ വീഴ്ചയാണ്, ആശങ്കപ്പെടുത്തുന്ന വീഴ്ചയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.